ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് നിധിയുടെയും സുധീഷിന്റെയും വെഡിംഗ് റിസപ്ഷൻ നടത്തുകയാണ്. കിളിക്കൂട്ടിലുള്ള എല്ലാവരെയും രാജീവ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും നിധി അവരെ അരികിൽ നിർത്തുകയും ഫോട്ടോസ് എടുക്കുകയൊക്കെയാണ്. തുടർന്ന് രാജീവ് മൈക്കിലൂടെ പറയുന്നു, എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് വന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് 2 മക്കളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്റെ മൂത്ത മകൻ അരുൺ, അവന്റെ കല്യാണം ഈ നാട്ടിലൊരു ആഘോഷമാക്കി നടത്തി ഞാൻ. അതേപോലെ എന്റെ മകൾ നിധിക്കും വലിയൊരു കുടുംബവുമായിട്ടുള്ള വിവാഹാലോചന വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ മകൾ പ്രണയിച്ചു. അവളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ടത് പേരൻസിന്റെ കടമയല്ലേ. അതുകൊണ്ടാ ഞങ്ങൾ ഈ ബന്ധം അംഗീകരിച്ചത്. ഞങ്ങളുടെ സൗകര്യത്തിനൊത്ത് വരില്ലെങ്കിലും സുധീഷും മോശമൊന്നുമല്ല, സ്വന്തമായി ട്രാവൽസ് നടത്തുകയാണ്. ഇത് കേട്ട് നിധിയും സുധീഷും സുഭാഷും നികേഷും ഹരീഷും ഭാസ്കറിനും എല്ലാം മുഖത്തോട് മുഖം നോക്കുകയാണ്. നീതുവും സുനന്ദയും ലളിതയോടും നീതുവിന്റെ അച്ഛനമ്മയോടും ചോദിക്കുകയാണ്, ഇതെന്തേ പറയുന്നേ, ട്രാവൽസ് നടത്തുന്നോ? രാജീവ് പറയുന്നു, ഞങ്ങളുടെ കുടുംബത്തിന് ഈക്വൽ അല്ല, പക്ഷേ സുധീഷും ആ കുടുംബത്തിലുള്ളവരും വളരെ നല്ലവരാ. ഒരു ദിവസം എന്റെ മകൾ എന്റെ അടുത്ത് വന്ന് ഞാൻ ഇവനെ പ്രണയിക്കുന്നു, കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ അഭിമാനമോ അന്തസ്സോ ഒന്നും ചിന്തിച്ചില്ല. മകളുടെ ഇഷ്ടം അതാണ് നോക്കിയത്. സമ്മതിച്ചു. എനിക്ക് സുധീഷിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാധാരണ ഒരു ഡ്രൈവറായിട്ട് ജോലി തുടങ്ങി പടിപടിയായിട്ട് മുന്നേറി ഇന്നൊരു ട്രാവൽസ് വെച്ച് നടത്തുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. സുധീഷിന്റെ ചേട്ടനും അനിയന്മാരും സുധീഷിനെ പോലെ തന്നെ ബിസിനസ് ചെയ്യുകയാണ്. കുടുംബം നോക്കിയാൽ നല്ല ആൾക്കാരാ. ഇങ്ങനെ ഒരു കുടുംബത്തിലാണോ മകളെ കെട്ടിച്ചു വിടേണ്ടിയിരുന്നതെന്ന് ചോദിച്ചാൽ അല്ല. എത്ര നല്ല കുടുംബമാണെന്ന് പറഞ്ഞാലും എന്റെ സ്റ്റാറ്റസിന് ഈക്വൽ ആയിട്ട് ഞാനൊരു കുടുംബത്തെ കണ്ടുപിടിച്ചേനെ. ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ സ്റ്റാറ്റസിനും ഒക്കെ അപ്പുറം എന്റെ മകളുടെ ആഗ്രഹമാണ് പ്രധാനം. ഇത് ഞാൻ അന്ന് എടുത്ത തീരുമാനമാണ്. മക്കള് സന്തോഷമായിട്ടിരുന്നാലല്ലേ നമ്മളും സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. ഇക്കാലത്തെ പെൺകുട്ടികൾ പഴയതുപോലെയല്ല. അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാകും. നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ തയ്യാറാകില്ല. അയ്യോ, ഞാനിത് തെറ്റാണെന്നല്ല പറഞ്ഞത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബിസിനസ്സുകാരോടും ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മകളോ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് നോന്ന് മാത്രം പറയരുത്. അവരെ അടുത്ത് വിളിച്ച് ചോദിക്കണം. എന്റെ മരുമകനെ പോലെ പണത്തിന് കുറവുണ്ടെങ്കിൽ അത് കാര്യമാക്കി എടുക്കരുത്. നിങ്ങളുടെ മക്കളെ അവര് നന്നായി നോക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. എന്നെ പോലെ എല്ലാവർക്കും അന്തസ്സും അഭിമാനവും ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇതുപോലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലാകും. എന്നാലും ശ്രമിച്ചു നോക്ക്. എന്റെ മകളുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തു. അവളിപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു. ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ റിസപ്ഷൻ നടത്തിയത്. അവര് സന്തോഷമായിട്ടിരുന്നാലല്ലേ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. മറക്കാതെ എന്റെ മകളെയും മരുമകനെയും അനുഗ്രഹിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. താങ്ക് യു എന്ന് പറഞ്ഞ് രാജീവ് പിന്നോട്ടേക്ക് മാറുകയാണ്. സുധീഷും നിധിയും സുഭാഷും നികേഷും ഹരീഷും ഭാസ്കറിനുമെല്ലാം വിഷമത്തോടുകൂടി നിൽക്കുകയാണ്. സുനന്ദയും ലളിതയും നീതുവും വീട്ടുകാരുമെല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നികേഷ് മനസ്സിൽ പറയുന്നു, എന്തെങ്കിലും ചെയ്ത് എല്ലാവരെയും നോർമൽ ആക്കണമല്ലോ. അങ്ങനെ സുധീഷിന്റെ അരികിലേക്ക് ചെന്ന നികേഷ് പറയണ, വാ സുധീഷ് ഏട്ടാ, നമുക്കൊരു സെൽഫി എടുക്കാം. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നികേഷ് സുഭാഷിനെയും ഹരീഷിനെയും അരികിലേക്ക് വിളിക്കുകയാണ്. അവർ അരികിലേക്ക് വരുമ്പോൾ നികേഷ് പറയുന്നു, ഏട്ടത്തി വാ. അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്ന് സെൽഫി എടുക്കാനായി തുടങ്ങുമ്പോൾ രാജീവ് പറയുകയാണ്, നികേഷ് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി ഫോട്ടോഗ്രാഫറേയും വീഡിയോഗ്രാഫിയും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പൊ നീ നിന്റെ 10,000 രൂപയുടെ ഫോണിൽ ഫോട്ടോ എടുക്കുകയാണോ? അപ്പൊ നികേഷ് പറയണ, സാരമില്ല, ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാം. എല്ലാവരും ഫോണിൽ ഫോട്ടോ എടുക്കുന്നതല്ലേ. അങ്ങനെ നികേഷ് ഫോട്ടോ എടുക്കാനായി തുടങ്ങുമ്പോൾ നികേഷിന്റെ അരികിലേക്ക് വന്ന അരുൺ പറയുന്നു, എടോ തന്നോടല്ലേ പറഞ്ഞത് ഫോട്ടോ എടുക്കണ്ടെന്ന്. അച്ഛൻ പറയുന്നത് കേൾക്കാതെ വീണ്ടും ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നു. അങ്ങോട്ട് മാറി നിൽക്ക്. അങ്ങനെ അരുൺ നികേഷിന്റെ കയ്യിൽ തട്ടുമ്പോൾ ഫോൺ താഴേക്ക് വീഴുകയാണ്. ഇത് കണ്ട് എല്ലാവരും ടെൻഷനോടുകൂടി നികേഷിനെ നോക്കുമ്പോൾ സുധീഷ് ദേഷ്യത്തോടുകൂടി അരുണിനെ നോക്കുകയാണ്. അരുണേട്ടെന്ന് വിളിച്ച് വിഷമത്തോടുകൂടി നികേഷിനെയും മറ്റെല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് നിധി. സാന്ദ്ര അരുണിനോട് ചോദിക്കുന്നു, അരുണേട്ടാ എന്തേ ചെയ്തേ? സുഭാഷ് പറയുന്നു, ഹരീഷ് നികേഷ് വാ. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഒരു മിനിറ്റ് ഇവിടെ തന്നെ നിൽക്കണേ. അച്ഛാ മൈക്ക് ഇങ്ങോട്ട് താ, എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പൊ രാജീവ് പറയുന്നു, ആയിക്കോട്ടെ ദാ മോളെ എന്ന് പറഞ്ഞ് രാജീവ് മൈക്ക് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അരുൺ പതിയെ രാജീവിനോട് പറയുന്നു, അച്ഛൻ എന്തിനാ അവളുടെ കയ്യിൽ മൈക്ക് കൊടുത്തത്? അവൾ ഇനി എന്തൊക്കെ പറയുമെന്ന് കണ്ടറിയാം. പുഞ്ചിരിച്ച രാജീവ് പറയുകയാണ്, ഇത്രയും പേരുണ്ട്, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, നീ അത് വിട്ടേര്. എല്ലാവരും ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുമ്പോൾ നിധി മൈക്കിലൂടെ പറയുന്നു, എല്ലാവർക്കും നമസ്കാരം. എന്റെ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. അതേപോലെ എനിക്കും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. ആദ്യം എന്നെ നന്നായി വളർത്തി നന്നായി പഠിപ്പിച്ച് നല്ലൊരു ജീവിതം തന്ന എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. രാജീവ് പതിയെ അരുണിനോട് പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ, കണ്ടില്ലേ? നിധി പറയുകയാണ്, എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ സുധീഷിനെ പ്രണയിച്ച് ആഗ്രഹിച്ച് സ്വന്തമാക്കിയത് തന്നെയാ. അച്ഛൻ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാ, പക്ഷെ ചിലത് കുറച്ച് കൂട്ടിയാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഞാനിപ്പം വ്യക്തമായിട്ട് പറയാം. ഇത് കേട്ട് രാജീവും ഹേമയും ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ പറഞ്ഞതുപോലെ സുധീഷ് ട്രാവൽസ് ഒന്നും നടത്തുകയല്ല. സുധീഷ് ഒരു ട്രാവൽസ് കമ്പനിയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക. സുധീഷിന്റെ ഫാമിലി ഒരു സാധാരണ ഫാമിലിയാ. അച്ഛൻ പറയുന്ന പോലെ ഒരു ബിസിനസ് നടത്തുന്നില്ല. എല്ലാവരും
മാസശമ്പളത്തിലാ ജോലി ചെയ്യുന്നത്. ഇത് ഹരീഷ്, സുധീഷിന്റെ അനിയനാ. ഹരീഷിന് സ്വന്തമായിട്ട് മെക്കാനിക് ഷോപ്പ് ഉണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ ബിസിനസ്മാൻ ഹരീഷാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് നീതുവും അച്ഛനും അമ്മയും. നിധി പറയണ, ഞാൻ ആദ്യം സുധീഷിനെ കല്യാണം കഴിച്ചപ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ദേഷ്യത്തിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങളെ അംഗീകരിച്ച് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. അവരിപ്പോ എന്നെ മനസ്സിലാക്കിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്റെ അച്ഛൻ വലിയ പണക്കാരനാണെങ്കിലും ഞാൻ ചോദിച്ചതൊന്നും എന്റെ അച്ഛന് എനിക്ക് നേടിത്തരാൻ പറ്റിയിട്ടില്ല. എനിക്ക് +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. വലിയൊരു കോളേജിൽ സീറ്റ് കിട്ടി. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് എന്നെ ഒരു സാധാരണ കോളേജിൽ പഠിപ്പിച്ചു. ഞാൻ പഠിച്ച് ഗോൾഡ് മെഡൽ മേടിച്ചതിന് ശേഷം നല്ലൊരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. ഇത്രയും പണവും സൗകര്യവും ഉള്ള വീട്ടിൽ നിന്നും മകള് ജോലിക്ക് പോകുന്നത് അച്ഛന് കുറച്ചിലായി. അതുകൊണ്ട് നീ ജോലിക്കൊന്നും പോകണ്ട, കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഒരു ഓസ്ട്രേലിയക്കാരനെ മകൾക്ക് വരനായി കണ്ടെത്തി. നന്നായി ജോലി ചെയ്ത് സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. ആരെയോ കല്യാണം കഴിച്ച് ഏതോ നാട്ടിൽ പോയി വീടും ഭർത്താവിനെയും നോക്കി ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അപ്പോഴാണ് ഞാൻ സുധീഷിനെ കണ്ടത്. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ പിടിച്ച് തന്റെ അരികിലേക്ക് നിർത്തുകയാണ് നിധി. സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും വളരെ സന്തോഷത്തോടുകൂടി അവരുടെ അരികിൽ നിൽക്കുകയാണ്. കണ്ടു നിറങ്ങിയ നിധി പറയുന്നു, എന്റെ അച്ഛന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതെല്ലാം ഞാൻ കല്യാണത്തിന് ശേഷം ചെയ്യാൻ തുടങ്ങി. ഈ ഫാമിലി എന്നെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഇഷ്ടം എന്താണ്, ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, എന്നോട് ചോദിച്ച് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നു. എന്നെ സംബന്ധിച്ച് ഈ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വന്നത് ഒരു വലിയ വരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് കേട്ട് രാജീവും കുടുംബവും ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് ഭാസ്കരനും നീതുവും അച്ഛനും അമ്മയും ലളിതയും സുനന്ദയും എല്ലാം. നിധി പറയുന്നു, ഞാൻ എന്നിൽ വിശ്വാസമില്ലാതെ നിന്നപ്പോഴെല്ലാം എന്റെ കുടുംബമാണ് എനിക്ക് ആത്മവിശ്വാസം തന്നത്. അവർ എനിക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു തന്നു. ഞാൻ എന്ത് തീരുമാനം എടുത്താലും എന്നെ ജഡ്ജ് ചെയ്യാതെ ധൈര്യമായിട്ട് ചെയ്യും മോളെ, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും. ഇങ്ങനെ ഒരു കുടുംബം ആർക്ക് കിട്ടും? സുധീഷിനെ കുറിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ജോലി അന്വേഷിച്ചപ്പോൾ ഞാൻ കമ്പനികൾ കയറി ഇറങ്ങി വിഷമിച്ചു വരുമ്പോൾ എന്നെ ചിരിപ്പിക്കാനായി സുധീഷ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ കഴിവുള്ളവളാ, നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, ഇങ്ങനെയൊക്കെ എന്നെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കും. എനിക്ക് മോട്ടിവേഷൻ തന്നോണ്ടേയിരിക്കും. നിനക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേയിരിക്കും. എനിക്ക് എന്നിൽ വിശ്വാസം ഇല്ലാതിരുന്ന സമയത്ത് പോലും സുധീഷ് എന്നെ വിശ്വസിച്ചു. ഇന്ന് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ചേർന്ന് സ്വന്തമായിട്ടൊരു ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് പ്രോജക്ട്സ് എല്ലാം എടുത്ത് ജോലി ചെയ്യുന്നു. ഇതിനെല്ലാത്തിനും കാരണം എന്റെ സുധീഷ. ഇത് കേട്ട് സുധീഷ് കണ്ടു നിറഞ്ഞ നിധിയെ നോക്കുമ്പോൾ കണ്ടു നിറഞ്ഞ സുധീഷിന്റെ കയ്യിലേക്ക് മുറുകെ പിടിക്കുകയാണ് നിധി. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നിധി പറയുന്നു, ഇത് എന്റെ വിജയം മാത്രമല്ല, എന്റെ കുടുംബത്തിന്റെ വിജയമാ. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സുഭാഷേട്ടൻ, ഹരീഷ്, നികേഷ്, അച്ഛൻ ഇവരിൽ ആരില്ലായിരുന്നെങ്കിലും എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇവരെല്ലാവരും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. വലുതായിട്ട് പറയത്തക്ക രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ചെയ്യും. ആ വിശ്വാസം എന്നെക്കാളും കൂടുതൽ എന്റെ മേൽ എന്റെ കുടുംബത്തിനുണ്ട്. ആ വിശ്വാസമാണ് എനിക്ക് എന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രചോദനം. ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടാൻ ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഫാമിലിയെ പരിചയപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛാ കേറി വാ. ഇത് കേട്ട് ഭാസ്കരൻ നിധിയുടെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. നിധി പറയുന്നു, ഇത് ഭാസ്കരൻ, സുധീഷിന്റെ അച്ഛൻ. അച്ഛൻ ഇവരോട് ആരോടും വലിയ അറ്റാച്ച്മെന്റ് ഒന്നും കാണിക്കാറില്ല, പക്ഷേ എന്നോട് അങ്ങനെയല്ല. ഞാൻ കഴിച്ചോ, ഞാൻ ഓക്കെ ആയിട്ടിരിക്കുകയാണോ, അങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ദിവസവും എനിക്ക് വേണ്ടി മാത്രം കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും. മറ്റാർക്കും കൊടുക്കാതെ മോള് തനിച്ച് കഴിക്കണമെന്ന് പറയും. എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് അച്ഛന്. ചെറിയ കാര്യമാണ്, പക്ഷേ ഇതൊക്കെ എത്രമാത്രം സന്തോഷം തരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും എതിർത്ത് സംസാരിക്കുന്ന അച്ഛൻ എന്നോട് അങ്ങനെ പെരുമാറിയിട്ടേയില്ല. ഇവളൊരു ചെറിയ പെൺകുട്ടിയല്ലേ, ഇവൾ എന്തിനാ എന്നെ ഉപദേശിക്കുന്നെന്നുള്ള ഈഗോ ഒന്നും അച്ഛനില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ അതുപോലെ കേൾക്കും. ഇങ്ങനെ ഒരു അമ്മായി അച്ഛനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് കേട്ട് കണ്ടു നിറങ്ങിയ നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ഭാസ്കരൻ. സുഭാഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു, ഇതാണ് ഞങ്ങളുടെ സുഭാഷ് ഏട്ടൻ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ. ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന ദിവസം മുതൽ സുഭാഷ് ഏട്ടനെ ഞാൻ എന്റെ സ്വന്തം ചേട്ടനായിട്ടാ കാണുന്നത്. സുഭാഷ് ഏട്ടനും എന്നെ സ്വന്തം പെങ്ങളായിട്ടാ കാണുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ എന്റെ വീട് ഒരുപാട് മിസ് ചെയ്തു. എന്റെ അരുണേട്ടനെ ഒരുപാട് മിസ് ചെയ്തു. അച്ഛനെ അമ്മയും ഏട്ടത്തിയെ മിസ് ചെയ്തു. ഞാൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവരാരും എന്നോട് സംസാരിക്കാൻ തയ്യാറാകില്ലായിരുന്നു. ഏട്ടത്തി മാത്രമാണ് എന്നോട് സംസാരിച്ചിരുന്നത്. അപ്പോഴൊക്കെ സുഭാഷ് ഏട്ടനാ എനിക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ചേട്ടനായിട്ടും ഒക്കെ നിന്ന് അവരെ റീപ്ലേസ് ചെയ്തത്. സുഭാഷ് ഏട്ടനെ ഞാൻ സുധീഷിന്റെ ചേട്ടനായിട്ട് കണ്ടിട്ടേയില്ല, എന്റെ സ്വന്തം ചേട്ടനായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇത് കേട്ട് സുഭാഷ് കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ കണ്ണു നിറങ്ങിയ നിധി പറയണ്, സുഭാഷ് ഏട്ടനോട് ഞാൻ എന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എപ്പോഴും എനിക്ക് എന്താണ് വേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആലോചിച്ച് എനിക്ക് വേണ്ടി അത് ആദ്യം ചെയ്തു തരുന്നത് സുഭാഷ് ഏട്ടനാ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുഭാഷിനെ നോക്കുകയാണ് ലളിതയും സുനന്ദയും. നിധി പറയുന്നു, ഞങ്ങളുടെ വീട്ടില് പെണ്ണുങ്ങളില്ല, ഞാനാണ് ആ വീട്ടിലേക്ക്
വീട്ടിലേക്ക് ഫസ്റ്റ് കല്യാണം കഴിച്ചു വന്ന പെണ്ണ്. ഇത്ര ആണുങ്ങൾ മാത്രമുള്ള വീട്ടില് എങ്ങനെ താമസിക്കുമെന്ന് എനിക്കും ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാൻ ആ വീട്ടിൽ സേഫ് ആയിട്ട് ഫീൽ ചെയ്തതുപോലെ മറ്റെവിടെയും സേഫ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീടിനെക്കാട്ടിലും ഞാൻ ചെന്ന് കയറിയ വീടാണ് എനിക്ക് എല്ലാമായി മാറിയത്. ഇവരെല്ലാവരും ഇല്ലാതെ എനിക്കിപ്പം ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടാകില്ല എന്നല്ല, ഞങ്ങൾ ഒരുപാട് വഴക്കടിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ഞാൻ എന്ത് പറഞ്ഞാലും സമാധാനമായിട്ട് കേൾക്കും. ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറും. മൂത്തവര് ഇളയവര് അങ്ങനെയൊന്നും ഞങ്ങള് ചിന്തിക്കാറേയില്ല. ഫ്രണ്ട്സിനെ പോലെയാണ് ഞങ്ങൾ എപ്പോഴും. എന്നെ ഇത്രയും നന്നായി നോക്കിയതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്റെ സുഭാഷേട്ടന് മാത്രം സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ സുഭാഷിനെ ചേർത്ത് പിടിച്ച് തോളിലേക്ക് ചായുകയാണ് നിധി. കണ്ണു നിറഞ്ഞു പുഞ്ചിരിച്ച് നിധിയെ തലോടിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ ഇത്? നിധി പറയുന്നു, ഹരീഷ് വാ. ഹരീഷ് അരികിലേക്ക് വരുമ്പോൾ ഹരീഷിന്റെ കയ്യിൽ പിടിച്ച് നിധി പറയുകയാണ്, ഇത് ഹരീഷ്. ഹരീഷ് അധികം സംസാരിക്കാറില്ല, പക്ഷെ പറയുന്ന കാര്യം വളരെ കറക്റ്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കും. കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട്. കുടുംബത്തിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന നല്ലൊരു മനുഷ്യൻ. ഞാൻ ഈ വേദിയിൽ വെച്ച് പറയുക, ഉറപ്പായിട്ടും 2-3 വർഷത്തിനുള്ളിൽ ഹരീഷ് വലിയ ഉയരങ്ങളിലെത്തും. അതിനെന്റെ ആശംസകൾ. അങ്ങനെ നിധി ഹരീഷിന് കൈ കൊടുക്കുമ്പോൾ കണ്ടു നിറങ്ങിയ ഹരീഷ് പറയുന്നു, താങ്ക് യു ഏട്ടത്തി. നിധി പറയുകയാണ്, ഞാൻ എന്ത് തീരുമാനം എടുത്താലും ഹരീഷ് എപ്പോഴും എനിക്ക് സപ്പോർട്ടായിരുന്നു. അതേപോലെ ഹരീഷ് എന്ത് തീരുമാനം എടുത്താലും ഞാനും ഹരീഷിന് സപ്പോർട്ടായിട്ടുണ്ടാകും. സന്തോഷത്തോടു കൂടി ഹരീഷ് പറയുന്നു, ഇത് മതി ഏട്ടത്തി. അപ്പൊ നിധി നികേഷിനെ അരികിലേക്ക് വിളിക്കുകയാണ്. പുഞ്ചിരിച്ച് നികേഷ് അരികിലേക്ക് വരുമ്പോൾ കയ്യിൽ പിടിച്ച് നിധി പറയുന്നു, ഇത് നികേഷ് എന്റെ കുഞ്ഞനിയനാ. എപ്പോഴും ഏട്ടത്തി ഏട്ടത്തി എന്ന് വിളിച്ച് എന്റെ പിന്നാലെ നടക്കും. അവൻ എന്നെ ഏട്ടത്തിയായിട്ടല്ല കാണുന്നത്, അമ്മയായിട്ടാ കാണുന്നത്. ഇത് കേട്ട് നികേഷ് കണ്ടു നിറങ്ങി നിധിയെ നോക്കുമ്പോൾ നിധി പറയണ, അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന ആദ്യം കണക്ട് ആയത് നികേഷുമായിട്ടാ. നികേഷ് കാരണമാ ഞാനിപ്പം ഇത്ര സന്തോഷമായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇവര് 4 പേരോടും എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അതെനിക്ക് ചെയ്തു തരണമെന്ന് അവർ ആഗ്രഹിക്കും. എനിക്ക് വേണ്ടി സൂര്യനെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാലും ഇവരത് ചെയ്യും. സുധീഷ് പറയും, ഞാൻ ഇപ്പൊ കൊണ്ടുവരാൻ നിധിന്ന്. 4 പേരും ഒരുങ്ങി ഇറങ്ങുകയും ചെയ്യും. സൂര്യനെ പിടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം, ഇവർക്കും അറിയാം. പക്ഷെ ഞാൻ ചോദിച്ചാൽ അവർ ഒരു കാര്യത്തിനും നോ പറയില്ല. സത്യമായിട്ട് ഞാൻ പറയുകയാച്ച, അച്ഛൻ എനിക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടെത്തിയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു നല്ല പയ്യനെ, നല്ലൊരു കുടുംബത്തെ എനിക്ക് കിട്ടുമായിരുന്നോ എന്നറിയില്ല. എന്നെ അത്രയ്ക്ക് സന്തോഷമായിട്ടാ ഇവര് നോക്കുന്നത്. അങ്ങനെയുള്ള ഈ കുടുംബത്തെ ഞാനും സന്തോഷിപ്പിക്കണ്ടേ, അവരെ നന്നായി നോക്കണ്ടേ. ഇങ്ങനെ ഒരു കുടുംബം ഉറപ്പായിട്ടും നിങ്ങളാരും കണ്ടിട്ടുണ്ടാകില്ല. ഈ കുടുംബത്തിലെ മരുമകളാണെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണുള്ളത്. ഞാൻ മരിക്കുന്നത് വരെ ഇവരുടെ ഒപ്പം നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പോവുകയാണെന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുക. ഇവരെ എല്ലാവരെയും നിങ്ങളെ പരിചയപ്പെടുത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്റെ അച്ഛന്റെ അമ്മയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. എല്ലാവരും പുഞ്ചിരിച്ച് കൈകൊട്ടുമ്പോൾ സുധീഷും നികേഷും സുഭാഷും ഹരീഷും ഭാസ്കരനും പുഞ്ചിരിച്ച് നിധിയെ നോക്കി കൈകൊട്ടുകയാണ്. പുഞ്ചിരിച്ച് നിധി പറയുന്നു, നികേഷ് ഇനി ഒരു സെൽഫി എടുക്കടാ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ വാ. അങ്ങനെ സുധീഷ് നിധിയെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ അരികിലേക്ക് നിൽക്കുകയാണ് ഭാസ്കരനും സുഭാഷും ഹരീഷും നികേഷും. നികേഷ് സന്തോഷത്തോടു കൂടി സെൽഫി എടുക്കുന്നു. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് രാജീവും കുടുംബവും. ശേഷം 2 ഫാമിലിയുടെ ഒപ്പം ഇരുന്നുള്ള ഫോട്ടോസ് എടുക്കുകയാണ് അവർ. തുടർന്ന് രാത്രി കിളിക്കൂട്ടിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് സുധീഷും സുഭാഷും നികേഷും ഹരീഷും. കാറിന്റെ അരികിൽ നിൽക്കുന്ന സുധീഷ് ചോദിക്കുന്നു, ബാഗ് എല്ലാം എടുത്തോ? അപ്പൊ സുഭാഷ് ചോദിക്കുകയാണ്, സുധീഷ് നീ വേണമെങ്കിൽ 2 ദിവസം ഇവിടെ നിന്നിട്ട് വന്നാ മതി. എന്തിനാ സുഭാഷ് ഏട്ടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, നിധി ഒരുപാട് നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുകയല്ലേ, നീയും നിധിയുടെ കൂടെ നിൽക്ക്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ നിധി ഇവിടെ താമസിക്കണമെന്ന് പറയാന്നറിയില്ല. അപ്പൊ സുഭാഷ് പറയണ, എടാ ഇപ്പൊ റിസപ്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, വീട്ടിലുള്ളവരും നിധിയോട് 2 ദിവസം ഇവിടെ താമസിക്കാൻ പറയും. അങ്ങനെയുള്ളപ്പോൾ നീയും നിധിയുടെ കൂടെ ഇവിടെ താമസിച്ച് ഒരുമിച്ച് വീട്ടിലേക്ക് വരുന്നല്ലേ നല്ലത്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ അത് അവര് തീരുമാനിക്കട്ടെ, സുഭാഷ് എന്തിനാ ഇതൊക്കെ പറയുന്നേ? അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയല്ല ആരെങ്കിലും പറയണ്ടാടാ. ഇത് കേട്ട് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഏട്ടത്തി ഇവിടെ താമസിക്കണ്ട, നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാം. അപ്പൊ സുഭാഷ് പറയണ, സുധീഷേ ഇവർക്ക് എല്ലാവർക്കും ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമാ. അങ്ങനെയൊന്നും നടക്കില്ലടാ. അവര് തന്നെ സംബന്ധിച്ച് നിധിയുടെയും സുധീഷിന്റെയും കല്യാണം നടത്തിയതല്ലേ, ഒരുപാട് പണം ചെലവാക്കി റിസപ്ഷൻ വരെ നടത്തി. ഇനി അവരെന്ത് ചെയ്യാനാ? സുധീഷ് നീ നിധിയുടെ ഒപ്പം 2 ദിവസം ഇവിടെ താമസിക്കുക, പതിയെ നിങ്ങൾ വന്നാ മതി. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ അതൊന്നും ശരിയാകില്ല, നമുക്ക് നിധിയെയും കൂട്ടി ഇവിടുന്ന് പോകാം. വാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി തന്റെ ഡ്രസ്സെല്ലാം ബാഗിലേക്ക് എടുത്തു വെക്കുമ്പോൾ അരികിലേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, എന്താടി ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്? പോകണ്ടേ അമ്മയെന്ന് നിധി പറയുമ്പോൾ ഹേമ ചോദിക്കണം, എന്താ മോളെ ഇത്, ഇപ്പോഴേ എന്തിനാ പോകുന്നത്? ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് പോയാ പോരെ? അപ്പൊ നിധി പറയുന്നു, അത് ശരിയാകില്ലമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ ഹേമ പറയുന്നു, നീ ഇവിടെ താമസിക്കുമെന്നാ നിന്റെ അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? ഇത് കേട്ട് നിധി പറയുന്നു, ഞാൻ അച്ഛനോട് പറഞ്ഞോളാമ്മ. ടെൻഷനോട് കൂടി രാജീവിന്റെ അരികിലേക്ക് വന്ന ഹേമ പറയുന്നു, രാജീവേട്ടാ നിധി പാക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ പോവാണെന്ന്. രാജീവ് ചോദിക്കുന്നു, പോവാണെന്നോ? അവള് നിന്നോട് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഹേമ പറയണ, പറയാതെയാണോ ഞാൻ രാജീവിന്റെ
സെക്രട്ടറിന്റെ അടുത്ത് വന്ന് പറയുക, ദേ നോക്ക് ബാഗ് എടുത്തോണ്ട് വരുന്നുണ്ട്. നിധി ബാഗുമായി എവിടേക്ക് വരുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എന്താ മോളെ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ നിധി പറയുകയാണ്, തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാ. രാജീവ് ചോദിക്കുന്നു, തിരുവനന്തപുരത്തേക്കോ? എന്തിനാ ഇപ്പോഴേ പോകുന്നത്? ഒരുപാട് ജോലി ഉണ്ടെച്ചാന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കണേ, എന്താ മോളെ വലിയ ജോലി? ഇപ്പൊ റിസപ്ഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരാഴ്ച താമസിച്ചിട്ട് പോയാ പോരെ? റിസപ്ഷന് വന്ന ബന്ധുക്കൾ പോലും ഇതുവരെ പോയിട്ടില്ല, അതിനു മുമ്പേ നീ പോകുന്നത് ശരിയാണോ? ഈ സമയം അവിടേക്ക് വരികയാണ് സുഭാഷും സുധീഷും നികേഷും ഹരീഷും. നികേഷ് പതിയെ സുധീഷിനോട് പറയുന്നു, ഏട്ടത്തി പാക്ക് ചെയ്ത് റെഡി ആയല്ലോ, അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണോ പോകുന്നത്? അപ്പൊ സുധീഷ് പറയണ, അതേടാ അവൾ ഇവിടെ നിൽക്കില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. രാജീവ് സുഭാഷിനോട് പറയുന്നു, സുഭാഷേ ഇതേ കണ്ടില്ലേ, നിധി പാക്ക് ചെയ്ത് പോകാനായി ഇറങ്ങിയതാ, ഒരു ദിവസം കൂടി ഇവിടെ താമസിച്ചൂടെ? നിങ്ങളും പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ, ഞങ്ങൾ ഇറങ്ങുവാണ് സാറിന് സുഭാഷ് പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, അങ്ങനെയാണോ? ഉടനെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? കുറച്ചുനാൾ ഇവിടെ താമസിച്ചിട്ട് പോയാ പോരെ? അപ്പൊ സുഭാഷ് പറയണ, അത് ശരിയാകില്ല സർ, എല്ലാവർക്കും ജോലിയുണ്ട്, നാളെ ജോലിക്ക് പോകേണ്ടതാ. ഇത് കേട്ട് രാജീവ് പറയണ, അത് മനസ്സിലാവുന്നുണ്ട് സുഭാഷേ, അറ്റ്ലീസ്റ്റ് നിധിയും സുധീഷും ഇവിടെ നിൽക്കട്ടെ. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ പറഞ്ഞായിരുന്നു സർ, സുധീഷും ജോലി ഉണ്ടെന്നാ പറയുന്നത്. ഇത് കേട്ട് ഹേമ പറയുന്നോ, എങ്കിൽ പിന്നെ നിധി ഇവിടെ നിൽക്കട്ടെ, ഞങ്ങൾ കൊണ്ടുവിട്ടോളാം. ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി എല്ലാവരെയും നോക്കുമ്പോൾ രാജീവ് പറയുകയാണ്, ഹേമ പറഞ്ഞത് ശരിയാണല്ലോ. നിധി പറയുന്നോ, അച്ഛാ അതൊന്നും ശരിയാകില്ല, പെട്ടെന്ന് റിസപ്ഷൻ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും മൂടി വന്നതാ. എനിക്കും ജോലിയുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ജോലിയുണ്ട്, ഇപ്പൊ പോയാലേ ശരിയാകൂ. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ രാജീവ് ചോദിക്കണേ, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? എത്ര മാസങ്ങൾക്ക് ശേഷം നീ ഈ വീട്ടിലേക്ക് വന്നേന്നറിയോ? ഇന്നലെ വന്നിട്ട് ഇന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞങ്ങളുടെ മോള് കുറച്ചുനാള് ഈ വീട്ടിൽ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കില്ലേ? ഇത് കേട്ട് നിധി പറയണ, അച്ഛാ ഫംഗ്ഷന് വേണ്ടി വന്നല്ലേ, ഇപ്പൊ ഫംഗ്ഷൻ കഴിഞ്ഞില്ലേ, അപ്പൊ പോകുന്നതല്ലേ ശരി. സുധീഷ് നിങ്ങൾ എല്ലാവരും പാക്ക് ചെയ്തില്ലേ, നമുക്ക് പോയാലോ? സുധീഷ് പറയണ, നിധി എല്ലാം പാക്ക് ചെയ്തു, എല്ലാവരും പാക്ക് ചെയ്ത് ഇറങ്ങിയതാ, നമുക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയണ, സർ ഫംഗ്ഷൻ വളരെ നന്നായിരുന്നു, ഇത്ര ഗ്രാൻഡായിട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ ഇറങ്ങുവാണെന്ന് പറഞ്ഞ് സുഭാഷ് കൈകൂപ്പുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ പറഞ്ഞതുപോലെ ഫംഗ്ഷൻ നന്നായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല, ഒരുപാട് നന്ദിയുണ്ട്, ഞങ്ങൾ ഇറങ്ങട്ടെ, പോയിട്ട് വരാം അമ്മയെന്ന് പറഞ്ഞ് ഹേമയുടെ മുന്നിൽ കൈകൂപ്പി നിധിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിച്ചുകൊണ്ട് സുഭാഷ് പറയുന്നു, മോളെ ഞാൻ എടുത്തോണ്ട് വരാം. ശരിയെന്ന് പറഞ്ഞ് നിധി സന്തോഷത്തോടു കൂടി അവരുടെ ഒപ്പം പോവുകയാണ്. ഹേമ പറയുന്നു, എന്താ രാജീവേട്ട ഇത്? തുടർന്ന് ബീഡി വലിച്ചുകൊണ്ട് കാറിന്റെ അരികിൽ നിൽക്കുകയാണ് ഭാസ്കരൻ. ഇവരെല്ലാവരും എവിടെ പോയിരിക്കുക, എന്ത് ചെയ്യുവാന്നൊക്കെ ഭാസ്കരൻ പറയുന്നു. ബാഗുമായി അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ കുറച്ചു നേരം ബീഡി വലിക്കാതെ നിൽക്കാൻ പറ്റില്ലേ അച്ഛന്? ഭാസ്കരൻ പറയുകയാണ്, എത്ര നേരം കാത്തു നിൽക്കുക, വണ്ടിയുടെ കീയും നിങ്ങൾ എടുത്തോണ്ട് പോയി, അല്ലെങ്കിൽ വണ്ടിക്കകത്തങ്ങാണ് വരുന്നേനെ. നിധി പറയണ, അയ്യോ എന്റെ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അപ്പൊ സുധീഷ് പറയണ, ശരി പോയി എടുത്തോണ്ട് വാ. പേഴ്സ് എടുക്കാനായി നിധി അകത്തേക്ക് ഓടി പോവുകയാണ്. ഭാസ്കരൻ പറയുന്നു, മോള് വരുമ്പോഴേക്ക് ബാഗ് ഒക്കെ എടുത്തു വെക്ക്. തുടർന്ന് വിഷമത്തോടു കൂടി ഇരിക്കുന്ന രാജീവിന്റെ ഹേമയുടെ അരികിലേക്ക് വന്ന അരുണ സാന്ദ്രയും ചോദിക്കുന്നു, അമ്മേ നിധി പോയോ? ഹേമ പറയുകയാണ്, പോയി, 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങളുടെ അച്ഛനും ഒന്നും പറയാതെ മിണ്ടാൻ നിൽക്കുന്നു. റിസപ്ഷന് വന്ന ബന്ധുക്കൾ പോലും ഇതുവരെ പോയിട്ടില്ല, പക്ഷെ ഇവള് പോയി. അവിടേക്ക് വന്ന നിധി പറയുന്നു, പേഴ്സ് മറന്നു വെച്ചിട്ടാ പോയത്. അങ്ങനെ നിധി ടേബിളിലിരിക്കുന്ന പേഴ്സ് എടുക്കുമ്പോൾ രാജീവ് പറയുന്നു, മോളെ നിധി ഒരു മിനിറ്റ്. എന്താ വെച്ചാൽ നിധി ചോദിക്കുമ്പോൾ രാജീവ് ചോദിക്കണം, നീ എപ്പോഴാ മോളെ അവരുടെ വീട്ടിലെ പെണ്ണായി മാറിയത്? ഒരു 2 ദിവസം ഇവിടെ താമസിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് നീ പോയില്ലേ അവരുടെ ഒപ്പം? അവര് പോവാണെന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്, പക്ഷെ നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ പോവാന്ന് പറഞ്ഞ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഹേമ ചോദിക്കുന്നു, നിധി നിനക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലേ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ പണ്ട് ഇവിടെ താമസിച്ചതുപോലെ അല്ല നിങ്ങളിപ്പോൾ, എനിക്ക് നിങ്ങളെ എല്ലാവരെയും പേടിയാ. രാജീവ് ചോദിക്കണേ, എന്താ മോളെ എപ്പോഴും ഇങ്ങനെ പറയുന്നേ? സ്വന്തം മകളെ അച്ഛനെ നോക്കി പേടിയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാനസികാവസ്ഥ എന്താകുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ടോ നിധി പറയുകയാണ്, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആർക്കും എന്നെ പോലെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പേടിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ മകൾ. അപ്പൊ നിങ്ങൾ തലയിൽ എടുത്തു വെച്ചോണ്ട് നടക്കും. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് തടയാൻ നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് എന്റെ മുന്നിൽ തെളിയിച്ചവരാ. ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ 2ാമത്തെ തവണ തിരുവനന്തപുരത്ത് വന്നത് എന്നെ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാ. എങ്ങനെയെങ്കിലും സംസാരിച്ച് എന്നെ തക്കലയിൽ കൊണ്ടുവരണമെന്നാ നിങ്ങൾ പ്ലാൻ ചെയ്തത്. അന്ന് ഞാൻ ചോദിച്ചത് കൊണ്ട് സുധീഷുമായിട്ടുള്ള എന്റെ വിവാഹം നടത്തി. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി റിസപ്ഷൻ നടത്തിയാലും ശരി, ഞങ്ങളെ അംഗീകരിച്ചു എന്ന വാക്കുകൊണ്ട് പറഞ്ഞാലും ശരി, എനിക്കത് മുഴുവനായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും പഴയതുപോലെ മാറി എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. രാജീവ് ചോദിക്കുന്നു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ നിന്റെ കല്യാണം നടത്തി തന്നിട്ട് ഞങ്ങൾ തന്നെ നിങ്ങളെ പിരിക്കുമെന്നോ? അപ്പൊ നിധി പറയണേ, എനിക്കറിയില്ല അച്ഛാ, പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഞങ്ങൾ സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. എന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളെ കാണണം, ഇവിടെ വരണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും വേണ്ട. കുറച്ചുനാൾ കഴിയട്ടെ അച്ഛാ, ഞാൻ തന്നെ വരും. ഇപ്പൊ ഞാൻ ഇറങ്ങുക, പോയിട്ട് വരാമേന്ന് പറഞ്ഞ് നിധി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവിടെ ഒന്ന് പോവുകയാണ്. രാജീവും ഹേമയും അരുണും സാന്ദ്രയും എല്ലാം വിഷമത്തോടു കൂടി നിൽക്കുന്നു. നിധി സുധീഷിന്റെയും കുടുംബത്തിന്റെയും ഒപ്പം കാറിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് എല്ലാവരും. നികേഷ് പറയുന്നു, ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വരാതെ അവിടെ നിൽക്കുമോന്ന് ഞാൻ പേടിച്ചു. എന്തായാലും ഏട്ടത്തി ഞങ്ങളുടെ കൂടെ വന്നല്ലോ.
നിധി പറയണ ഞാൻ അങ്ങനെ പറയോടാ, എനിക്ക് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതാ സന്തോഷം. അവിടെ നിന്ന് എപ്പോഴാ വീട്ടിലേക്ക് പോകുക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാ എനിക്ക് സന്തോഷം. അപ്പൊ ഭാസ്കരൻ പറയണ അങ്ങനെ പറ മോളെ, എപ്പോഴും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കണം, അപ്പോഴേ മനസ്സിന് സന്തോഷം കിട്ടും. അത് ശരിയാ അച്ഛാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ഞാൻ പറഞ്ഞില്ലേടാ നികേഷ്, നിധിക്ക് എന്നെ വിട്ട് തനിച്ചവിടെ നിൽക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ ഭാസ്കരൻ പറയണ മോളെ പറയാതിരിക്കാൻ പറ്റില്ല, മോളുടെ അച്ഛൻ നന്നായി റിസപ്ഷൻ നടത്തി. സുഭാഷ് പറയണ അതെ അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നികേഷ് പറയണ ഭക്ഷണമൊക്കെ സൂപ്പർ ആയിരുന്നു. അതേടാന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ അവരത്രയും പറഞ്ഞപ്പോൾ മോക്ക് 2 ദിവസം അവിടെ താമസിക്കാമായിരുന്നു. നിധിയുടെ അച്ഛനും അമ്മയും പാവങ്ങളല്ലേ, അവരുടെ മുഖം വാടിപ്പോയത് കണ്ടില്ലേ. അപ്പൊ നിധി പറയണ സുഭാഷ് ഏട്ടാ എനിക്ക് ജോലിയുണ്ട്, ഒരു കമ്പനി തുടങ്ങി പേഴ്സണൽ കാര്യത്തിന് വേണ്ടി ഒരുപാട് ദിവസം ലീവ് എടുക്കുന്നത് ശരിയാകില്ല. അപ്പൊ സുഭാഷ് പറയണ അങ്ങനെയാണോ മോള് പറയുന്നത്, എങ്കിൽ ശരി. അപ്പൊ നിധി പറയണ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ പറയുക. എന്തിനാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ സുധീഷ് നമ്മൾ അവിടെ താമസിച്ച 2 ദിവസവും നിങ്ങളെ പല രീതിയിൽ അവർ അപമാനിച്ചു. ഇതൊക്കെ നടക്കുമെന്നുള്ള ഭയം കൊണ്ടാ ഞാൻ റിസപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞത്. നടക്കാൻ പാടില്ലാത്തതെല്ലാം അവിടെ നടന്നു, പക്ഷെ നിങ്ങൾ ആരും അത് വലുതായി കണ്ടില്ല. അത് നിങ്ങളുടെ നന്മ. എന്നാലും നടന്നതിന് ഞാൻ സോറി പറയണ്ടേ. സോറി അത് വിടുമോളെന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയണ മോള് ചിന്തിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാകും, എല്ലാവരെയും മാനേജ് ചെയ്യണ്ടേ, അതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം കേട്ട് നികേഷ് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ഉറക്കം വരും, നമുക്ക് പാട്ടൊക്കെ കേട്ട് സന്തോഷമായിട്ട് അങ്ങ് പോവാന്നേ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് നികേഷിനെ നോക്കുകയാണ്. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ച് കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്